5 വർഷങ്ങൾക്ക് മുമ്പ് പാർത്തിരുന്ന വിശുദ്ധന്മാരൊക്കെ ഇന്നത്തെ പോലെ ഒരു മസലുപിടുത്തമുള്ളവരായിരുന്നില്ല. മാത്രമല്ല അവരൊക്കെ സഞ്ചരിച്ചത് ഒരു ദർശനത്തിലായിരുന്നു. നേരത്തെ പറഞ്ഞില്ലയോ, 40 കൊല്ലത്തെ ചരിത്രം പറഞ്ഞില്ലയോ? അന്ന് വേറൊന്നും പ്രതീക്ഷിക്കാനില്ല. ആകെ അവരുടെ പ്രതീക്ഷ മുഴുവൻ ഒറ്റ കാര്യത്തിലാണ്, നിത്യത. അത് മാത്രമാണ് അവരുടെ ദർശനം. അത് മാത്രമല്ല അന്നത്തെ പ്രസംഗങ്ങൾ കൂടുതലും കർത്താവിൻ്റെ മടങ്ങിവരവാണ്. അന്നത്തെ പ്രസംഗ വിഷയം കേൾക്കണോ? കർത്താവിൻ്റെ മടങ്ങിവരവ്, അനന്തര സംഭവങ്ങൾ, കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, തൻ്റെ കാന്തിയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. മൂന്നാമത്തെ പ്രസംഗ വിഷയം ശാശ്വത ഭവനം, പെർമനന്റ് ഹോം. അന്ത പ്രസംഗ വിഷയമാണ്. 4-മത്തത് ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, സകല അഹങ്കാരികളും ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും. ഈ വർഷം നിങ്ങൾ എത്ര പ്രസംഗം കേട്ടു? ഇതിനകത്ത് ഈ വിഷയത്തെ ആസ്പദമാക്കി ഒറ്റ മെസ്സേജ് കേട്ടോ? ഇല്ല. ഈ മണ്ണിനകത്ത് ഉറപ്പിക്കുന്ന ദൂതുകൾ കേട്ട് നിന്റെ മനസ്സ് മുരടിച്ച് ഈ മണ്ണിനകത്ത് നിൽക്കുമ്പോ, ഒരു 25 കൊല്ലങ്ങൾക്ക് അപ്പുറമുള്ള വിശുദ്ധന്മാരെ പറ്റി പഠിച്ചാൽ അവർക്ക് ഈ മണ്ണിനെ കുറിച്ചല്ല, അവരുടെ പ്രതീക്ഷ മുഴുവൻ